ഹായ് ഗൈസ്. അപ്പോൾ ഗൈസ്, ഇന്ന് നമുക്കൊരു ഫേസ് പാക്ക് ഇടാം. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫേസ് പാക്ക് ഇടണതിൻ്റെ അന്ന് വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കുമെന്ന്. അപ്പോൾ ഇന്നാണ് ഞാൻ ഫേസ് പാക്ക് ഇടാൻ വേണ്ടി എനിക്ക് സമയം കിട്ടിയത്. ഞാൻ ഇതിനു മുമ്പ് ഈ ഫേസ് പാക്ക് ഇട്ടിട്ടില്ല. ഇന്ന് ഇടാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ചാർക്കോൾ ഫേസ് മാസ്ക് ആണ്. അപ്പോൾ ഞാൻ ചാർക്കോൾ അല്ലാണ്ട് ഫേസിൽ ഇട്ടിട്ടുണ്ട്. പൗഡർ ആദ്യമായിട്ടാണ് ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത്. ഞാൻ ഇതുവരെയ്ക്ക് ഇത് പൊട്ടിച്ചത് പോലും ഇല്ല. ഇത് എങ്ങനെ യൂസ് ചെയ്യണമെന്ന് എനിക്ക് അതിൻ്റെ പൗഡർ ഞാൻ ഇത് വെള്ളത്തിൽ ആഡ് ചെയ്തിട്ടാണ് ഫേസിലിടാൻ പോകുന്നത്. എങ്ങനെ ഇത് കറക്റ്റാണോ അല്ലെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് പൊട്ടിക്കാം. ഗൈസ്, പൊട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ബൗളുണ്ട്, അതിനകത്ത് കുറച്ച് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഓൾറെഡി. ഇനി നമുക്കിത് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കട്ടായിട്ട് പോകും ഗൈസ്. കട്ടായിട്ട് മിക്സ് ചെയ്യാൻ കുറച്ച് പാടാണ് കേട്ടോ ഈ പൊടി. കുഴപ്പമില്ലാത്തൊരു സ്മെല്ലൊക്കെ ഉണ്ട്. അൺബോക്സ് ചെയ്തത് ഫസ്റ്റ് യൂസ് ചെയ്യാൻ പോകുന്ന സാധനം ഇതാണ് ഗൈസ്. വേറെ ഒരു സാധനവും ഞാൻ യൂസ് ചെയ്തിട്ടില്ല. എല്ലാം പൊട്ടിച്ച് അതിൻ്റെ സ്മെല്ലും കാര്യങ്ങളും നോക്കിയിട്ടുണ്ട്, പക്ഷേ ഞാൻ ഒന്നും യൂസ് ചെയ്തിട്ടില്ല. നമുക്കിതൊന്ന് യൂസ് ചെയ്ത് നോക്കാം. ഇത് മിക്സ് ചെയ്തപ്പോൾ കട്ടയായിട്ടുണ്ട്, എന്നാലും കുഴപ്പമില്ല. ഫേസ് ഞാൻ വാഷ് ചെയ്തിട്ടുണ്ട്. നമുക്ക് അപ്ലൈ ചെയ്ത് നോക്കാം. ബാക്കി ഞാൻ കൈ വെച്ച് അപ്ലൈ ചെയ്യാൻ വെച്ചിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ പറ്റുന്നില്ല. കൈ വെച്ച് അപ്ലൈ ചെയ്യാം. ഈ സൈഡിലൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം കൈ തന്നെയാണ് നല്ലത്. മുടിയിലൊക്കെ ഗൈസ്, മുഖത്തും കഴുത്തിലും ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ റിസൾട്ട് എന്തായിരിക്കും എന്നൊന്നും എനിക്ക് അറിഞ്ഞൂടെ. ഞാൻ ഇത് ഫസ്റ്റ് ടൈമാണ് യൂസ് ചെയ്യുന്നത്. എന്തായാലും നമുക്കൊരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്ത് ഉണങ്ങാൻ വേണ്ടി. ഞാൻ അപ്പോൾ എൻ്റെ കൈ ഒന്ന് വാഷ് ചെയ്തിട്ട് വരാം. ഗൈസ്, ഞാനൊരു കാര്യം പറയാം. സത്യം പറഞ്ഞാൽ എനിക്കിത് യൂസ് ചെയ്തപ്പോൾ ചെറിയൊരു പേടിയുണ്ട്. അതായത് ഞാൻ ഇത് യൂസ് ചെയ്ത ബ്രഷ് ഞാനൊന്ന് കഴുകാൻ വിട്ട പാട് എൻ്റെ കൈ ആയാലും കുറച്ച് സമയം എടുത്ത് ഞാൻ ഇതൊന്ന് കഴുകിയെടുക്കാൻ. ഇത് ഇപ്പം പോയിട്ടില്ല, നമുക്ക് കാണുമ്പോൾ അറിയാം. കണ്ടോ, ബ്ലാക്ക് ഷെയ്ഡ് എന്നിട്ടുണ്ട് അതിൽ. അപ്പോൾ എനിക്ക് നല്ല പേടിയുണ്ട് എൻ്റെ ഫേസിൽ പണി കിട്ടുമെന്ന്. ഈ ആദ്യമായിട്ടായിരിക്കും ദൈവം അറിയത്തില്ല. എനിക്കിത് ഉണങ്ങും വരെ വെയിറ്റ് ചെയ്തിരിക്കുന്നവരെ ആലോചിക്കുമ്പോൾ പേടിയാണ്. കാരണം എൻ്റെ കയ്യിൽ തന്നെ കുറേ നേരം സോപ്പിട്ടിട്ടാണ് പോയത്. എന്തായാലും നമുക്ക് നോക്കാം ഏതുവരെ പോകുന്നു. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഞാൻ വീണ്ടും എടുത്ത് പറയുന്നത് ഞാൻ ഫസ്റ്റ് ടൈമാണ് യൂസ് ചെയ്യുന്നത്. എനിക്കിങ്ങനെ നിൽക്കുമ്പോൾ ചുണ്ട് ലിപ്സ്റ്റിക് ഇട്ട് കൊടുക്കാൻ തോന്നുന്നു. നിങ്ങൾ അങ്ങനെ സൈക്കോയാണ് ഫേസ്, പക്ഷേ ഞാൻ ഇങ്ങനെയാണ്. കുറച്ച് ലിപ്സ്റ്റിക് ഇട്ട് കൊടുക്കാം. എനിക്കിങ്ങനെ നിൽക്കുന്ന സമയത്ത് ലിപ്സ്റ്റിക് ഇടാൻ തോന്നുന്നു. ഇട്ട് കൊടുക്കാൻ പറ്റും. എങ്ങനെ ഇരിക്കാൻ നോക്കാം. ഗൈസ്, ഇത് ഏകദേശമൊക്കെ ഉണങ്ങിയിട്ടുണ്ട്. കയ്യിലൊന്നും ആവുന്നില്ല. നല്ലപോലെ ഉണങ്ങിയിട്ടുണ്ട്. നമുക്കിത് ഗൈസ് നമുക്കിതൊന്ന് വൈപ്പ് ചെയ്യാം. സ്പോഞ്ച് എല്ലാം ഞാൻ ഇവിടെ തന്നെ എടുത്ത് വെച്ചിട്ടുണ്ട്. കാരണം നിങ്ങൾ കാണിക്കാൻ പോകില്ലെന്ന് എനിക്കറിയത്തില്ല. നമുക്ക് നോക്കാം. പോകുന്നുണ്ട് ഗൈസ്. ഇപ്പോഴാണ് സത്യം എനിക്ക് സമാധാനമായി. സമാധാനപ്പെടാറായില്ല. നമുക്ക് നോക്കാം. ഫേസ് കുറച്ചൊന്ന് ബ്രൈറ്റ് ആയതുപോലെ തോന്നും. ഫസ്റ്റ് ടൈമല്ലേ യൂസ് ചെയ്യുന്നത്. ഇനി ഇവിടുത്തെ സ്കിന്നും കൂടെ നോക്കാൻ വേണം. ചെറിയൊരു വ്യത്യാസമുള്ളത് പോലെ തോന്നുന്നുണ്ട്. നമുക്ക് ഫുള്ളൊന്ന് വൈപ്പ് ചെയ്ത് നോക്കാം. ഞാൻ എങ്ങനെ വാഷ് ചെയ്തെടുക്കുമെന്നോ. ഗൈസ്, ഞാൻ ഫുള്ളൊന്ന് വാഷ് ചെയ്തിട്ട് വരാം. അല്ലാണ്ട് ഇത്
ഇതിലായി ഇത് ഫുള്ള് ബ്ലാക്കായി. ഇത് പിങ്ക് കളറായിരുന്ന സാധനമാണ് ഇതിപ്പോൾ ഫുള്ള് ബ്ലാക്കായി. ഞാൻ ഫേസും എൻ്റെ നെക്കൊക്കെ ഒന്ന് വാഷ് ചെയ്തിട്ടില്ല ഗൈസ്. ഞാൻ ഫേസ് വാഷ് ചെയ്ത് നെക്കും വാഷ് ചെയ്തിട്ടുണ്ട്. ഞാൻ സീരിയസ് ആയിട്ടൊരു കാര്യം പറയാം, ഞാൻ ഇത്രയും നാൾ യൂസ് ചെയ്തതിൽ വെച്ച് ഏറ്റവും അടിപൊളി പ്രൊഡക്റ്റാണ് ഗൈസ് ഇത്. എൻ്റെ ഫേസ് നിന്ന് തിളങ്ങണ് ഗൈസ്. എനിക്ക് പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല, കാരണം അത്രയ്ക്ക് എൻ്റെ ഫേസ് നല്ല ബ്രൈറ്റ് ആയിട്ടുണ്ട്. അത്രയ്ക്ക് എൻ്റെ നെക്കായാലും എൻ്റെ ഫേസ് ആയാലും നല്ല ബ്രൈറ്റ്. കൈയും എൻ്റെ ഫേസും കൂടെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് കണ്ടോ, ഫേസ്, കഴുത്ത്, കൈ, നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും. എനിക്ക് അത്രയ്ക്ക് അടിപൊളി സാധനമാണ്. പക്ഷേ എനിക്ക് പണി കിട്ടിയത് എവിടെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഞാൻ യൂസ് ചെയ്ത എൻ്റെ സ്പഞ്ചസ് ഇത് വാഷ് ചെയ്തിട്ട് പോകുന്നില്ല. ഇത് വാഷ് ചെയ്തിട്ട് പോണതേ ഇല്ല. ഞാൻ പറയാം, ഞാൻ യൂസ് ചെയ്തതിൽ വെച്ച് എനിക്ക് ഏറ്റവും കൂടുതൽ റിസൾട്ട് കിട്ടിയ അടിപൊളി സാധനമാണിത്. എല്ലാവരും വാങ്ങി യൂസ് ചെയ്ത് നോക്കുക. എനിക്ക് അത്രയും പറയാനുള്ളൂ. എനിക്ക് വേറെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. നല്ല റിസൾട്ടുണ്ട്. ഫേസ് ആയാലും നെക്കായാലും അടിപൊളി റിസൾട്ടാണ്. ഞങ്ങൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം എൻ്റെ ഫേസ് അത്രയ്ക്ക് തിളങ്ങി നിൽക്കും. ഞാൻ മുഖം തുടച്ചിട്ട് പോലും ഇല്ല. ഇതുണ്ടോ, അത്രയ്ക്ക് നല്ല ബ്രൈറ്റ് ആയിട്ടുണ്ട്. ഇത്രയും ബ്രൈറ്റ് ആവുമെന്ന് ഞാൻ വിചാരിച്ചത്. വെളുത്തെന്ന് വേണമെങ്കിൽ പറയാം. അത്രയ്ക്ക് വെളുത്ത പോലെ ഉണ്ട് ഗൈസ് എൻ്റെ ഫേസ് കാണാൻ. എൻ്റെ കൈ വെച്ച് നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും എൻ്റെ കൈയുടെ എൻ്റെ മുഖത്തിൻ്റെ നിറം ഇപ്പോൾ എന്തുമാത്രം വ്യത്യാസം ഉണ്ടെന്ന്. ഇത് കണ്ടോ, എൻ്റെ കൈ, എൻ്റെ ഫേസ്, എൻ്റെ നെക്ക്, ഇത് കണ്ടോ, അത്രയ്ക്ക് നിറം വെച്ചിട്ടുണ്ട് ഗൈസ്. ചാർക്കോൾ പൗഡർ വാങ്ങി യൂസ് ചെയ്യുന്നതാണ് നല്ലത്. റിസൾട്ടും കാര്യങ്ങളും നിങ്ങൾ കണ്ടല്ലോ. ഇതിൽ കൂടുതൽ എനിക്കൊന്നും പറയാനില്ല. മുഖം കഴുകി എൻ്റെ ഡ്രസ്സ് മുഴുവൻ ഞാൻ നനച്ചു ഗൈസ്. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ടാറ്റാ.